മേയറെടുത്ത നിലപാട് റോങ് സൈഡിലാണോ? ഞാൻ കരുതുന്നില്ല. കാരണം മേയർ എന്നുള്ള നിലയിലല്ലല്ലോ അവർ ആ വാഹനം തടഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ MLA എന്നുള്ള നിലയിലല്ല ഒരു വാഹനം തടഞ്ഞിരിക്കുന്നത്. അവർ ഒരു യാത്രക്കാരി എന്നുള്ള നിലയിലാണ്. ഒരു ബസ് ഡ്രൈവർ നമ്മുടെ മുഖത്ത് നോക്കി അശ്ലീല ആംഗ്യം കാണിച്ചാൽ അവിടെ ഏത് വിധത്തിൽ പ്രതികരിക്കണമെന്നൊക്കെ നമ്മളിവിടെ ഇരുന്ന് തീട്ടൂരം നൽകണമെന്ന് പറയുന്നത് വലിയ കാരണം ആ സമയത്ത് നമ്മൾ മാത്രമല്ല ആ വണ്ടിയിലുള്ളത്. ഇതിനോട് ചിലപ്പോൾ ബിഹേവ് ചെയ്യാൻ പോകുന്നത് ചിലപ്പോൾ കേസ് കൊടുക്കാമെന്നോ അല്ലെങ്കിൽ മിണ്ടാതെ പോകാമെന്നൊക്കെ ആണെങ്കിൽ കൂട്ടത്തിൽ നമ്മുടെ ഒപ്പം ഇരിക്കുന്ന ആളുകളുണ്ട്. ആ ആളുകളുടെ ഒരു വികാരത്തിനനുസരിച്ച് ചിലപ്പോൾ നമ്മൾ നിസ്സഹായമായി പോവും. ഇവിടെ ആര്യ രാജേന്ദ്രൻ എന്ന പെൺകുട്ടി അല്ലെങ്കിൽ സച്ചിൻ ദേവ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അവരെ സംബന്ധിച്ചിടത്തോളം ആ ഘട്ടത്തിൽ ആ നിലയിൽ പ്രതികരിച്ചത് ശരിവെച്ചുകൊണ്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നോക്കൂ, ഈ പറയുന്ന ബസ് ഡ്രൈവർക്കെതിരായിട്ടുള്ള ഒരു FIR ഞാൻ വായിച്ചു തരാം. കുറച്ച് ഭാഗമേ വായിക്കാൻ കഴിയുള്ളൂ, കുറച്ച് ഭാഗമേ വായിക്കാൻ പറ്റുള്ളൂ. പ്രതി പൊതുസ്ഥലത്ത് വെച്ച് ആവലാതിക്കാരിയുടെ അന്തസ്സിന് ഹാനികരമാകുന്ന വിധം അശ്ലീല പരാമർശങ്ങൾ നടത്തുകയും ലൈംഗിക ആവശ്യങ്ങൾക്ക് ക്ഷണിക്കുകയും മാനത്തെ അധിക്ഷേപിക്കുകയും ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടെയും കരുതലോടുകൂടി 30/3/2017 17:15 മണിക്ക് നേമം വില്ലേജിൽ നേമം വാർഡിൽ പൊതു റോഡിൽ വെച്ച് നടന്നു വരികയായിരുന്ന ആവലാതിക്കാരിയെ പ്രതി തടഞ്ഞു നിർത്തി ടിയാൻ്റെ ഡാഷ് ഊരി ആവലാതിക്കാരിയെ കാണിക്കുകയും നിന്നെ കാണാൻ കൊള്ളാം, എനിക്ക് നിന്നെ ഒന്ന് ഡാഷ്, ആരുമില്ലാത്ത സമയം ഞാൻ വീട്ടിലോട്ട് ഇതാണ് ഒരു FIR. ഈ FIRലെ കാര്യങ്ങൾ ഉള്ള ഒരാളാണ് ഇവിടെ ഒരു മേയർ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ സച്ചിൻ ദേവ് എന്ന് പറയുന്ന അവരുടെ കുടുംബാംഗങ്ങളോട് സമാനമായ വിധത്തിൽ കാണിച്ചിട്ടുള്ളത്. റാഷ് ഡ്രൈവിങ്ങിന് 2-3 FIR ഉണ്ട്. മാത്രമല്ല ഇയാൾ ഈ പറയുന്ന വീഡിയോയിൽ തന്നെ നമ്മൾ കേൾക്കുന്നത് ശമ്പളം തന്നിട്ട് സംസാരിക്കുന്നുള്ളതാണ്. ഇയാൾ പിന്നെ ലഹരി ഉപയോഗിച്ച് അതിൻ്റെ കവർ ഇവരുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു എന്നാണ് പറയുന്നത്. നോക്കൂ, ശമ്പളം ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തൊഴിലാളി യൂണിയനൊക്കെ ഇടപെടുന്ന ഒരു വേറൊരു വിഷയമാണ്. നിങ്ങളൊരു ഒരാളെ അപമാനിച്ചിട്ട്, ഒരു സ്ത്രീയെ അപമാനിച്ചിട്ട്, ഒരു കുടുംബത്തെ അപമാനിച്ചിട്ട് അവരോടാണോ ശമ്പളം എന്നിട്ട് ഇയാൾക്ക് ശമ്പളം കൊടുക്കാൻ ഒരു സ്ഥാപനത്തിലാണ് ഇയാൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ അയാൾ എന്തിനാണ് അവിടെ വർക്ക് ചെയ്യുന്നത്? അത് വേറൊരു വിഷയമാണ് അവിടെ. നോക്കൂ, അത് ഇന്നിപ്പോൾ എനിക്കിതിനകത്തൊരു മാധ്യമ നിരീക്ഷണം കൂടിയുണ്ട്. ഇന്ന് ഈ വിഷയം ആര്യ രാജേന്ദ്രൻ ആയിപ്പോയി എന്ന ഒരൊറ്റ കാരണം കൊണ്ട്, ഒരു CPM കാരി ആയിപ്പോയി എന്നൊറ്റ കാര്യം കൊണ്ട് ഒരൊറ്റ ചാട്ടത്തിന് ഈ പറയുന്ന ലൈംഗിക ചേഷ്ട കാണിച്ചിട്ടുള്ള ഡ്രൈവറുടെ കൂടെയൊക്കെ ചേർന്നു എന്നുള്ളതാണ്. എന്തൊരു വിരോധാഭാസമാണ്! സാധാരണഗതിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണോ ഇതൊക്കെ? ഇത് ഇപ്പോൾ ഞാൻ എൻ്റെ കുടുംബമായി പോവുകയാണെങ്കിൽ, എൻ്റെ കുടുംബത്തിലെ മറ്റാളുകൾ ഇതെന്താ നിങ്ങൾ പ്രതികരിക്കാത്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ, നിസ്സഹായമായി നമ്മൾ ഏതെങ്കിലും തരത്തിൽ അതിനോട് ആ വിഷയത്തിലൊന്ന് ഇടപെട്ട് പോയാൽ ഉടനെ നമ്മൾ അധികാരം കാണിക്കാൻ ശ്രമിക്കുകയാണ്, നമ്മളെന്തോ ധിക്കാരം കാണിക്കാൻ ശ്രമിക്കുകയാണെന്നുള്ള ആംഗിൾ ഉണ്ടാക്കി ആ ഡ്രൈവറെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് അന്തസ്സ് കെട്ട പണിയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. Meet the editors.